ഇന്ന് നമ്മൾ കറി വയ്ക്കാൻ പോകുന്നത് കടച്ചക്കയാണ്. കടച്ചക്ക തൊണ്ട് കളഞ്ഞ് നന്നായിട്ട് അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. ഇതിനകത്തൊരു കറയുണ്ട്, അപ്പോൾ കറ പോകാനായിട്ട് വെള്ളത്തിലേക്കാണ് ഞാൻ അരിഞ്ഞിട്ടത്. എന്നിട്ട് 2-3 പ്രാവശ്യം കഴുകിയെടുത്തിട്ട് വേവിച്ചെടുക്കാം. അധികം വെന്ത് കുഴയാതെ നോക്കണം. ഇതിനകത്തേക്ക് തേങ്ങ വറുത്തരച്ചാണ് ഞാൻ കറി ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ തേങ്ങ നന്നായിട്ട് വറുത്തരയ്ക്കണം. വാങ്ങി വയ്ക്കാറാകുമ്പോൾ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കാം. ഞാൻ തേങ്ങ വേറെ അരച്ചിട്ട് പൊടി വേറെ ആയിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് കടച്ചക്ക വേവിച്ച് വെച്ചതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കടുക് പൊട്ടിച്ച് അതിനകത്തേക്ക് ചേർത്ത് കഴിഞ്ഞാൽ കടച്ചക്കക്കറി റെഡിയാണ്. ധാരാളം കാർബോഹൈഡ്രേറ്റും ഫൈബറൊക്കെ കടച്ചക്കയിൽ അടങ്ങിയിട്ടുണ്ട്. കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കടച്ചക്ക. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക.